വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നമ്മളിവിടുത്തെ മെമ്പറും കൂടിയായ സുലഭയ്ക്കും അതുപോലെ തന്നെ പി ശശിക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. നമ്മൾ അവർക്ക് വേണ്ടി സ്ഥാപിച്ച ബോർഡിന് മുന്നിൽ കൂടി വണ്ടി ഓടിക്കുകയാണ്. ഇതാണ് റോഡിൻ്റെ അവസ്ഥ. വലിയ ബോർഡൊക്കെ വച്ചേക്കാണ് അവിടെ. എന്നുവെച്ചാൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോ ആരൊക്കെ വെച്ച് വലിയ ബോർഡൊക്കെ വച്ചേക്കാണ്. പക്ഷെ എൻ്റെ അവസ്ഥ കണ്ടോ കേട്ടോ, വലിയ ബോർഡൊക്കെ വെച്ചേക്കാല്ല. ഈ റോഡ് ശരിയാക്കാൻ വന്നപ്പോഴത്തേക്കാണ് പൈപ്പ് പൊട്ടിയത്. അപ്പോൾ അവർ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ കളഞ്ഞിട്ടൊക്കെ പോയി ഈ ചെളിയോടുകൂടി. എന്തൊരവസ്ഥ ഓ, ഈ പിള്ളേരൊക്കെ ചാടിച്ചാടിയാണ് നടന്നത്. ഇതിപ്പോൾ ആരുടെ പരാതി പറയാനായിട്ട്? അവർ മഴ ആയതുകൊണ്ട് നിർത്തി വച്ചിട്ട് പോയെന്ന് പറയുന്നു. ഇത് ഇപ്പോൾ ഈ റോഡെന്ന് പറയുമ്പോൾ കോൺക്രീറ്റാണ് ചെയ്യണതെന്ന് പറയണത്. നമസ്കാരം. ഇത് നമ്മുടെ ചെറുവള്ളിമുക്ക് എന്ന് പറയാൻ അറിയാൻ പറ്റും. പിന്നെ നമ്മൾ ആറ്റിക്കുന്ന ചിറയൻകീഴ് പോകുന്ന വഴിക്ക് ചെറുവള്ളിമുക്കുണ്ട്. അവിടെ നിന്ന് പിന്നെ റൈറ്റ് തിരിഞ്ഞ് പോകുമ്പോഴത്തേക്കുള്ള വഴിയാണ് മൂങ്ങോട് സ്ഥലം. മൂങ്ങോട് ഞാനിവിടെ ദുരിയാത്തി പഴം ചെയ്യാൻ വേണ്ടി ആദ്യം വന്നായിരുന്നു. ആ സമയത്താണ് ഈ റോഡ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. വി ശശി MLA, അതുപോലെ തന്നെ മറ്റേ അവരുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെ ആ ഒരു ലേഡിയുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് വലിയ നമ്മൾ തകർപ്പനായിട്ട് റോഡ് ചെയ്ത് പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ പൊന്നോ, ഇതുവഴി വരുന്ന കാര്യം ചേച്ചി അറിയാലോ. ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ. എന്ത് ചേച്ചി, ഇത് റോഡാണോ തോടാണോ? അത് കുറച്ച് നാളായിട്ട് ഇങ്ങനെ നടക്കുന്നത്. പണിയുടെ സാവകാശമാണ് പോണത്. കൊച്ചുങ്ങളെ കൊണ്ട് സ്കൂളിൽ പോകാനോ മറ്റു യാത്രയൊക്കെ വയ്യാത്തവരെയൊന്നും കൊണ്ട് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, നമുക്കൊരു വണ്ടി ഓടിച്ച് പോകാൻ പറ്റുന്നില്ല. വണ്ടി ഓടിച്ച് പലരും വന്ന് ഞാൻ ആ ബൈക്കും കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റ പാടാ എനിക്കറിയാം. ഇങ്ങനെ കുറെ നാളായിട്ട് ഇങ്ങനെ 2 ദിവസത്തിന് മുമ്പാന്ന് മറ്റേ വണ്ടി വന്ന് ഇതേണൊക്കെ ആക്കിയിട്ടത്. അല്ല, ഇതിപ്പം എങ്ങനെ മണ്ണ് കോലിട്ടാലും മഴ പെയ്യുമ്പോഴത്തേക്ക് വീണ്ടും ചെളിയാവും, തെന്നി വീഴും അല്ലേ? തെന്നി വീഴാതെ എൻ്റെ ഭാഗ്യം, അല്ലെങ്കിൽ എന്നെ പെടുത്തുകൊണ്ട് പോകാറുണ്ട്. നിങ്ങൾ ആരുടെ പരാതി ഒന്നും പറഞ്ഞല്ലേ? നമ്മള് പരാതി പറഞ്ഞ ഒരുപാട് പാർട്ടിക്കാരൊക്കെ വന്ന് നമുക്കറിഞ്ഞൂടാ. നമ്മളിവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത്, നമുക്കറിഞ്ഞൂടാ എന്താണെന്ന്. പക്ഷെ ഇങ്ങനെ കിടക്കുന്നത് എൻ്റെ ചേച്ചി എന്തൊരു ഉടുപ്പില്ലാതെ നമ്മൾ ബോർഡ് വെച്ചേക്കുന്നത്. അവിടെ തോട് നവീകരണം മറിച്ചാണ് ബോർഡ് വെച്ചാൽ വി ശശി MLAയുടെ ഫോട്ടോയും മറ്റേ എന്താ പറയുക ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അവരുടെ ഒരു ഫോട്ടോയൊക്കെ വെച്ചിട്ട് വലിയ ബോർഡൊക്കെ വെച്ചാൽ ഇത് കാണുന്നില്ലേ അവർ? നമുക്കിങ്ങനെ പറയാനല്ലേ ഏറ്റവും അവരെ നിയമങ്ങൾ. ഞാൻ എന്തായാലും മാന്യ പ്രേക്ഷകർക്ക് ഞാനിപ്പം ബൈക്കിലൊന്ന കാഴ്ച കാണിച്ചു, എങ്കിലും ഞാൻ കാണിക്കുകയാണ്. കാരണം ഇതാണ് അവസ്ഥ. നടക്കാനൊന്നും പറ്റത്തില്ല. ഇനി ആ ഒരു അമ്മ ഇവിടെ നിന്ന് പോയ കാഴ്ച ഞാൻ കാണിച്ചത്. അതുവഴി നടന്നൊക്കെ അവർ പോയത്. നമുക്കൊന്നും നടക്കാൻ പറ്റത്തില്ല, കാരണം ഫുള്ള് ചെളിയാണിത്. എങ്ങനെ പോകും എനിക്കറിഞ്ഞൂടാ. ഇതെങ്ങനെ പോകുമെന്ന് എനിക്കറിഞ്ഞൂടാ. ഇവിടെയാണ് അദ്വൈതമായിട്ടൊരു ബോർഡൊക്കെ വച്ചേക്കുന്നത്. കാരണം ഇവിടെ മറ്റേ ഭയങ്കര സംഭവമാണൊക്കെ പറഞ്ഞിട്ട് എന്തൊരു സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല. ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇതുവഴി വണ്ടി ഓടിച്ചാണ് ഞാൻ വന്നത്. ഈശ്വരന്മാരെ, എന്തായാലും ബാ, ചെളിയെങ്കിൽ ചെളി. ഈശ്വര, 1-2 പേരൊന്നുമല്ല, 100 കണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലം കൂടിയാണ്. ഒരാൾക്ക് വേണ്ടി 2 ആൾക്ക് വേണ്ടിയല്ല, ഇത്രയും പേര് താമസിക്കുന്ന സ്ഥലം കൂടിയാണ്. അവിടെയാണ് ഇത്രയും അനാസ്ഥ. ഇവരൊക്കെ എങ്ങനെ ജീവിക്കുന്നത്? എനിക്ക് എങ്ങനെയാണ് ഒരു വണ്ടിയുള്ള ആൾക്കാരൊക്കെ ഇതുവഴി വണ്ടി കൊണ്ടുപോകുന്നത് എനിക്കറിഞ്ഞു. നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. അതിനുപരിയായിട്ട് അവിടെ ഒരു വലിയ ബോർഡും വച്ചിട്ടുണ്ട്. പി ശശിക്കും അതുപോലെ തന്നെ ഏതോ ഒരു മെമ്പർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള വലിയ ബോർഡ്. എൻ്റെ പൊന്നോ, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഈ ഒരു കലിങ്ങിന് വേണ്ടിയിട്ടാണ് അവിടെ ബോർഡൊക്കെ ചെയ്യുന്നത്. ആ ബോർഡ് വെച്ചിട്ട് എന്ത് കാര്യം, ഇതല്ലേ അവസ്ഥ. ഇത് എന്തെങ്കിലും ഒരു ക്യാഷ് മുടക്കി കോൺട്രാക്ടർ കമ്മീഷൻ കൊടുത്തതിന് ശേഷം ചുമ്മാ ഒരു കലിങ്കെല്ലാം കെട്ടി വെച്ചിട്ട് അവരെ പോസ്റ്റർ അടിച്ചിരിക്കുന്നത്, ഫ്ലക്സൊക്കെ അടിച്ച് വെച്ചേക്കുക. ഈ നാട് എങ്ങോട്ടാണ് പോകേണ്ടത്? അത് പ്രതിപക്ഷമായാലും ആരായാലും എന്തായാലും നമുക്കൊന്നും ഒരു ഉപയോഗമില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. ഞാൻ ഇന്നലെയൊക്കെ പോയിട്ട് ഞാൻ പറഞ്ഞു, ഒരു സ്ലാബൊക്കെ തൊട്ടപ്പോഴത്തേക്ക് പൊടിഞ്ഞു പോകുന്ന കാഴ്ചയും കണ്ടു. ഈ സ്ലാബിൻ്റെ പേരിൽ വലിയ ആ ഫ്ലക്സിൻ്റെ കാശ് മതി ഇവിടെ സ്ലാബ് പണിയാനായിട്ട്. ചേട്ടാ, വലിയ ബോർഡൊക്കെ വച്ചേക്കാണ് അവിടെ. എന്നുവെച്ചാൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോ ആരൊക്കെ വെച്ച് വലിയ ബോർഡൊക്കെ വച്ചേക്കാണ്. പക്ഷെ എൻ്റെ അവസ്ഥ കണ്ടോ കേട്ടോ, വലിയ ബോർഡൊക്കെ വെച്ചേക്കാല്ല. ഈ റോഡ് ശരിയാക്കാൻ വന്നപ്പോഴത്തേക്കാണ് പൈപ്പ് പൊട്ടിയത്. അപ്പോൾ അവർ പറഞ്ഞിട്ട് കാര്യമില്ല,
അവർ കളഞ്ഞിട്ടങ്ങ് പോയി ഈ ചെളിയോടുകൂടി. എന്തൊരവസ്ഥ ഇട്ടത്. ഓ ഈ പിള്ളേരൊക്കെ ചാടിയാണ് നടന്നത്. ഞാൻ കണ്ടു ഇപ്പൊ അവിടെ അമ്മയൊക്കെ അവിടെ സൈഡ് വഴി പിടിച്ച് ഇന്നലെ മെനിയാന്നൊക്കെ വളരെ ദയനീയമായിരുന്നു. ഇന്നിപ്പോ ചെളിയ മഴ പെയ്താ വീണ്ടും ചെളി തന്നെ. നിങ്ങൾ പ്രതികരിക്കുകയാണെന്നില്ലേ? മക്കളെ നിങ്ങൾ പഠിക്കുന്നോക്കണല്ലേ? ഒരു ദിവസം പഠിക്കാൻ പോയില്ല. ഒരു ദിവസം പഠിക്കാൻ പോയില്ല. ഒരു ദിവസം പോയില്ല. എന്താ അവസ്ഥ? അവിടെ വലിയ ബോർഡൊക്കെ വെച്ചൊക്കെ ഇല്ലേ? വി ശശി മറ്റേ അവരുടെ ബോർഡൊക്കെ വെച്ചൊക്കെ ഇല്ലേ? അവരാ കലുങ്ക് നിർമ്മിക്കാൻ വേണ്ടി ഇത്രയും കാശ് മുടക്കി ബോർഡ് വെച്ച കാശ് നന്നായിട്ട് മഴ പെയ്തപ്പോ അവര് വന്ന് മഴയത്ത് കംപ്ലീറ്റ് ആയപ്പോഴത്തേക്ക് മൊത്തം ഇളക്കി വന്നപ്പോഴത്തേക്ക് അവർക്ക് പൈപ്പ് പൊട്ടി. ഇവിടെ ഈ ലൈൻ മൊത്തം ഈ പ്രധാനമന്ത്രിയുടെ ലൈൻ കൊടുത്തേക്കല്ലേ, അതിന്റെ പൈപ്പ് കംപ്ലീറ്റ് പൊട്ടി. അറിയില്ലേ പൈപ്പ് കാടി കൂടെ പോണ? ഇപ്പൊ അവര് പറഞ്ഞിട്ട് കാര്യമില്ല. പൈപ്പും വാട്ടർ അതോറിറ്റിക്കാരൻ പൈപ്പ് മോളിൽ കൂടെയാണ് ഇട്ടത്. എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ സത്യം പറഞ്ഞ ദൈവത്തിന് വിളിച്ച ബൈക്ക് ഓടിച്ചാൽ സർക്കസ് കളിയായിരുന്നു. 2 ദിവസം ഭയങ്കര സർക്കസ് ആയിരുന്നു. ഇന്നിപ്പോ കുറച്ച് ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പൊ മഴ പെയ്ത പ്രതികരണ ശേഷി ഇല്ലേ? പ്രതികരണ ശേഷിയൊക്കെ ഉണ്ട്. പറഞ്ഞിട്ട് എന്ത് കാര്യം? മോളൊക്കെ യൂത്ത് അല്ലേ, നിങ്ങൾക്ക് ആദ്യം ഇറങ്ങി പ്രതികരിക്കേണ്ടത് അല്ലേ? നിങ്ങളൊക്കെ ഇവിടെ കൊടിയും പിടിച്ചിരിക്കണം. നിങ്ങളെ കൊടിയും പിടിച്ചിരിക്കണേ. നിങ്ങളല്ലേ യൂത്ത്. അച്ഛനൊക്കെ വയസ്സായി. ഇതെല്ലാം ഇത് മോശമായി പോയിട്ടോ. ഞാനവിടെ ഒരു ദുര്യാപ്പഴം ചെയ്യാൻ വേണ്ടി ആദ്യം വന്നതാ. അപ്പം റോഡിന്റെ അവസ്ഥ ഞാൻ കണ്ടത്. അപ്പോഴത്തേക്ക് ഫുള്ള് വലിയ മനോഹരമായ ബോർഡൊക്കെ ഇരിപ്പുണ്ട് അവിടെ. ശരിയാക്കാൻ വന്നത് തന്നെ. പക്ഷെ ഇതാണ് കാര്യം. വരുമ്പോ വരട്ടെ. നിസ്സംഗത പോരാ, പ്രതികരിക്കണം. നമുക്ക് പ്രതികരിക്കാനേ പറ്റുള്ളൂ, ചൂണ്ടിക്കാണിക്കാനേ പറ്റുള്ളൂ. പരിഹരിക്കേണ്ടത് അവരാണ്. വണ്ടിയൊക്കെ ഓടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചേട്ടാ. ബൈക്ക് ഓടിക്കാൻ പറ്റില്ല. എന്താ അവസ്ഥ? മുമ്പായിരുന്നെങ്കിൽ നമുക്ക് എഴഞ്ഞെങ്കിലും പോകായിരുന്നു. ഇപ്പം നീന്തിയും പോകാൻ പറ്റാത്ത സ്ഥിതി ആക്കി വെച്ചേക്കണം. അതാക്കി വെച്ചെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും. നമ്മളാരെയും കാലം താങ്ങില്ല. ആരെന്തുവേണോ ചെയ്തോളി. പക്ഷേ ഇതിവിടെ കൊണ്ടുവന്നിട്ട് 2-3 മാസമായിട്ട് വാഹനങ്ങൾ പുറത്തിറക്കാനും വയ്യ, അകത്ത് കയറ്റാനും വയ്യ. മഴ പെയ്താൽ മനുഷ്യന് നടക്കാൻ പോലും വയ്യ. ഒരു അംഗൻവാടികളിലാണ് 10-40 കുട്ടികൾ വരുന്നതാണ്. അവരിപ്പോൾ ഒരു കുട്ടികളും അംഗൻവാടി മല്ലെന്ന് ടീച്ചർ പറയുന്നു. അപ്പോൾ അത് നിങ്ങൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് പഴയ കണക്കാൻ കിട്ടിരുന്നാൽ മതിയായിരുന്നല്ലേ. ഇത് വെട്ടിപ്പൊളിച്ച് ഇവിടെയൊക്കെ നല്ല റോഡായിരുന്നു. ചേട്ടാ വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ശശി എംഎൽഎയുടെ മറ്റേ സുരഭി. ആയിക്കോട്ടെ, അതൊക്കെ നമ്മളെ സഹാക്കന്മാർ തന്നെ, അവരൊക്കെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞത്. പക്ഷേ ബാക്കിയുള്ളവർ ഇത് അതിന് സഹകരിച്ച് ഇവിടെ ഈ ഒരു മന്ത്രി ഉണ്ടെന്ന് പറഞ്ഞ് മന്ത്രി വന്നിട്ട് എല്ലാ കാര്യം ചെയ്യാൻ പറ്റുമോ? ഒരു MP ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ഫണ്ട് അനുവദിച്ചു കൊടുത്തിട്ട് ആ കാര്യങ്ങളിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ചെയ്യേണ്ടത് പഞ്ചായത്ത് ചെയ്യേണ്ടത് പഞ്ചായത്ത് മെമ്പർമാരെ അതിന് വേണ്ടി മെനക്കെട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണം. അവരെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ അവർ അതിൻ്റെ കാര്യങ്ങൾ പറയുക, ജനങ്ങളോട് പറയുക. ഇതിപ്പോൾ മെനഞ്ഞാന്നൊന്നും ഇതെല്ലാം കുറച്ചെങ്കിലും വൃത്തിയുണ്ടാവില്ല. മെനഞ്ഞാന്ന് നടക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച വന്നതല്ലേ? ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇന്നലെ ഇതൊന്നല്ലേ, നമുക്ക് ഈ പാട്ടയും കൊണ്ട് കിടന്നെങ്കിലും ജീവിക്കാൻ പറ്റുള്ളൂ. അല്ല ഇവിടെ നിന്ന് പറക്കി കെട്ടി പാട്ട റോട്ടിട്ടിരുന്ന നാട്ടുകാരെടുത്തോണ്ട് പോകും. അതേസമയം അവിടെ അങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ ഇത് കൊണ്ടുപോകാൻ പറ്റുമോ? ഇത് കൊണ്ടുപോയെങ്കിൽ നമ്മളെ കാര്യത്തിന് ഉപജീവനത്തിന് ഇതേപോലെ ചാക്കും മണ്ണാങ്കട്ടയും തേങ്ങയും പാക്കും ഒക്കെ കൊണ്ടു കിടക്കണം. നമുക്ക് ജീവിക്കണമെങ്കിൽ ഈ റോഡ്. എനിക്കൊരു കാര്യമുണ്ട്, ഒരു ഉളുപ്പില്ലാതെ 2 പേരെ ഫോട്ടോയും വെച്ചിട്ട് വെച്ചേക്കുന്നു. അതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ജനിച്ചിടം പോലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, മരിക്കുന്നതും കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് തന്നെയാണ്. എനിക്ക് എൻ്റെ പാർട്ടിയെ കുറിച്ച് പറയാൻ പറ്റുന്ന നേതാക്കളെ കുറിച്ച് പേടിയുണ്ടല്ല പറയണത്. ഇവരൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തവരാണ്. അതുകൊണ്ട് പക്ഷെ അതേപോലെ ഈ താഴെ തട്ടിലുള്ളതിൽ ഇവരൊന്നും ചിന്തിക്കുന്നില്ല. അതന്നെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് ജീവിക്കാൻ വേണ്ട ഒന്നാമത് ഈ വഴിയിൽ ഇന്നലെയൊക്കെ വന്നിട്ട് പറഞ്ഞ നിങ്ങൾ വരണമെങ്കിൽ ഇന്നലെ വരാൻ പറഞ്ഞതിൻ്റെ ഒറ്റ കാര്യം അതാണ്. അവിടെയൊക്കെ കാണാൻ നീന്തിയാണ് പോണത്. ഇവിടെ ഒരു മനുഷ്യനെ നടന്നു പോലും പോകാൻ പറ്റും. അതെ, നിങ്ങളെപ്പോലെ പൊതുപ്രവർത്തകരാണ് എന്നെ മുന്നിട്ടിറങ്ങേണ്ടത്. കാരണം അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. കാരണം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് വിശേഷിക്കും അത് ഞാൻ ഇവിടെ സ്ഥിരമായി നാട്ടിലുള്ള ആളല്ല, പോയി വരുന്ന ആളാണ്. അപ്പം ഈ വരുന്ന സമയത്ത് ഇവിടെ ഈ കലുങ്ക് നിർമ്മാണ സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അത് അതൊക്കെ കറക്റ്റ് നോക്കിയാൽ മനസ്സിലാവും. അത് റോഡിന് സമാന്തരമായിട്ടല്ല വന്നേക്കുന്നത്, ക്രോസ് ആയിട്ടാണ് വന്നേക്കുന്നത്. അത് അവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത് അന്ന് ഞാൻ കോൺട്രാക്ടറോടും പറഞ്ഞു, മെമ്പറോടും പറഞ്ഞു. പക്ഷെ അതിൽ കാര്യമായിട്ട് അവരതിൽ ഇടപെട്ടില്ല. അപ്പോൾ
ഒരു വലിയ വാഹനമാണ് ഒരു ആരാ കോൺട്രാക്ടറാണ്? അത് കോൺട്രാക്ടർ ആയാലും ശരിയല്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ഭൂമിയുടെ അവസ്ഥ അറിയാന്നുള്ളത് അവിടെ താമസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരു കോൺട്രാക്ടർ വർക്ക് എടുക്കുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ കോൺട്രാക്ടർ അടുത്ത് നമ്മളെ ഈ ആൾക്കാർ സംസാരിക്കും, പറയുന്ന അവരങ്ങി ശരി അങ്ങനെ തന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവർക്ക് തോന്നിയാണ് കാണിക്കണ. ഈ 12 കുട്ടയ്ക്ക് 1/2 കീസ് സിമന്റ് ഇട്ടാണ് ഇതിന്റെയൊക്കെ പ്ലാറ്റ്ഫോം ചെയ്തേക്കണത്. അപ്പൊ ഇതാണ് അതിന്റെ കണക്കെന്ന്. അല്ലെ ബാക്കിയുള്ള കാര്യം ഇതിലേതിലെങ്കിലും ഒരു കമ്പി ഇട്ടിട്ടുണ്ടോ? ഒരു 2 കമ്പി ഈ നൂല് ഗവിയിലോട് വണ്ടി ഇതുവഴി കയറി പോയി കഴിഞ്ഞാൽ ഇത് നിൽക്കോ? അത് ഈ മീതെ കാണുന്ന വീതിയല്ല, താഴോട്ട് പോകുന്ന പറഞ്ഞാൽ 4 ഇഞ്ചേ ഉള്ളു, 4 ഇഞ്ച് 2 ഇഞ്ചേ ഉള്ളു. അവിടെ വെച്ചിട്ട് ഇവിടെ മേളിലാണ് ഈ വീതിക്ക് അടിച്ചേക്കണത്. ഞാൻ പറയുന്നത് 1 വർഷം കൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് നടന്നു വരാൻ ആക്കില്ല. കാല് ഏതാണ്ട് ഒരു കണ്ണങ്കാല് വരെ, അല്ല മറ്റേ മുട്ടിനെ സ്കൂളിൽ വിടാൻ പറ്റുന്നില്ല. അതാ പറയുന്നത്. അതിന് ഒരുപാട് കിടന്ന് ബഹളം വെച്ചെന്നാണ്. ഇതിന് ശേഷമാണ് പറഞ്ഞത്. അതെ, പഴയ മെമ്പർ ഗിരീഷ് ഉള്ള കാലത്ത് ഇത് സാങ്ഷനായി ഫണ്ടും അനുവദിച്ചാണ്. എൻ്റെ അടുത്ത് വന്ന് പറയാം, പാവപ്പെട്ട മരണപ്പെട്ടു പോയി. ആ മനുഷ്യൻ ജീവിച്ചിരുന്നെങ്കിൽ ഇതൊന്നുമല്ല, പൊന്നുപോലെ ആക്കിയാണ്. അവന്റെ ഈ 2ാം വാർഡിലുള്ള എല്ലാ കാര്യങ്ങളും പൊന്നുപോലെ തന്നെ നോക്കിയത്. നേരത്തെ വിളിച്ചു ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു ജനകീയ പ്രതിനിധി, ഒരു മെമ്പർ എന്ന് പറഞ്ഞാൽ ആകെ 500-600 വീടുകളെ നോക്കാറുള്ളൂ. മനസ്സിന്റെ ഹൃദയങ്ങളിലെ ഉൾത്തടങ്ങളിൽ വേണം ഒരു സ്ഥാനം പിടിക്കാനായിട്ട്. അങ്ങനെ ജനപ്രതിനിധിയുടെ ഇടപെടൽ കൊണ്ടാണ് ഈ റോഡിന് ഈ ഫണ്ട് അനുവദിക്കാൻ ഒക്കെ സാഹചര്യം ഉണ്ടായി. പക്ഷേങ്കിൽ ഈ റോഡിന് അനുവദിച്ച തുക ഈ 2 സൈഡിലും ഓട കെട്ടി എടുത്തിട്ട് കോൺക്രീറ്റ് ചെയ്ത് സ്ലാബ് ഇട്ട് വരാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഈ നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ കാണാം, ഈ സൈഡിനുള്ള കെട്ട് വന്നിട്ടില്ല. അത് ഇവിടെ നിന്ന് മാറ്റി മറ്റേ റോഡിലേക്ക് മാറ്റി ഉപയോഗിക്കുക ചെയ്തത്. അത് ഇവിടെ നിന്നുള്ള വേറൊരു ഇടപെടൽ ഉണ്ടായിട്ട് ആ ഒരു ഫണ്ട് അങ്ങോട്ട് മാറ്റി ഉപയോഗിക്കുക ചെയ്തത്. ഈ റോഡിന് അനുവദിച്ച തുക അങ്ങോട്ട് മാറ്റി ഉപയോഗിക്കുക. ചേട്ടാ, ഏതോ ആയിക്കോട്ടെ, ഒരു ഫണ്ട് അനുവദിച്ചു കഴിഞ്ഞാൽ വർക്ക് കറക്റ്റ് ആവണം, ആൾക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം വേണം, മര്യാദയ്ക്ക് അവർക്ക് കൊച്ചുങ്ങളെയൊക്കെ സ്കൂളിൽ അയക്കാൻ പറ്റണം, ധൈര്യമായിട്ട് ഒരു അമ്മയ്ക്ക് വീട്ടിലിരിക്കാൻ പറ്റണം. അതാണ് വേണ്ടത്, അല്ലേ? അംഗൻവാടി തന്നെ എങ്ങും കെട്ടിടം ഇല്ലാതെ വാടകയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങിയിട്ട് എൻ്റെ ഒരു അപ്പച്ചിയാണ് അവിടെ സ്ഥലം ഫ്രീ ആയിട്ട് കൊടുത്ത് ഞങ്ങളെല്ലാം കൂടെ സഹകരിച്ചാണ് അതിന്റെ കാര്യങ്ങൾ ചെയ്തിട്ട് അതിലാണ് കെട്ടിടം വരെ നിൽക്കുന്നത്. കാര്യം നമ്മളെ നാട്. ഞാൻ ഒരു കാര്യം പറയട്ടെ ചേട്ടാ, ഇവരെല്ലാരും ഭരണകക്ഷിയുടെ ആൾക്കാരാണ് എല്ലാവരും, അല്ലേ? ഇല്ല, ഞങ്ങൾ 4 പാർട്ടിക്കാരാണ്. എന്നിട്ട് പോലും നിങ്ങളുടെ ഭരണകക്ഷിയല്ലേ? അതിലല്ല, ഈ ഭരണത്തിനെ വിമർശിക്കണമെന്ന് വല്ലതും ഉണ്ടോ? കമ്മ്യൂണിസ്റ്റുകാരൻ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? പരസ്പരം വിമർശിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടോ? സ്കൂളിടാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം സ്കൂളിൽ പോകണ്ടെന്ന് പറയുന്നു. കാരണം നടക്കാൻ മഴ ചെയ്താൽ തോന്നും സ്കൂളിൽ ഇടാതെ വീട്ടിൽ ഇരുത്താന്ന് വിചാരിക്കും. അവിടെ നടന്ന് അങ്ങ് ചെല്ലുമ്പോൾ വണ്ടി പോകും. പിന്നെ സ്കൂട്ടി പോകണമെന്ന് വെച്ചാൽ തുഴഞ്ഞ് ചെല്ലുമ്പോഴത്തേക്ക് വണ്ടി ഒരു പരിവാകും. എത്ര ഞാൻ വന്നിട്ട് 18 കൊല്ലമായി ഇവിടെ വന്നിട്ട്. ഇതുവരെ റോഡ് ഒന്നും മാറിയില്ല. 10 വർഷമായിട്ട് ആൾക്കാർ പറയാണ് ഇന്ന് ശരിയാവും, നാളെ ശരിയാവും. അംഗൻവാടി വന്നപ്പോൾ നമ്മൾ വെച്ചാൽ അംഗൻവാടി വരെയല്ലേ ഇന്ന് ശരിയാവുന്നില്ല. ശരിയാവും. അതുകൊണ്ട് എന്നിട്ട് ഏത് കാലത്ത് ശരിയാവുമെന്ന് ദൈവത്തിരിയാവും. ഞാൻ ഈ വാർത്ത വൈൻഡപ്പ് ചെയ്യാണ്. കാരണം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേരുടെ അഭിപ്രായം കേട്ട് എനിക്ക് പിന്നെ അത്രയും ലെങ്തി ആയിട്ട് വാർത്ത ചെയ്യാൻ പറ്റത്തില്ല. എങ്കിലും ഉള്ളവരുടെ അഭിപ്രായം കേട്ടു. ഇതാണ് അവസ്ഥ. ഞാൻ ആദ്യം വന്നപ്പോഴേക്കും മനസ്സിലായ സംഭവം ഇതുവഴി യാത്ര ചെയ്യുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൾക്കാർ ഓരോ വീട്ടുകാരും കുട്ടികളെ സ്കൂളിൽ പോലും വിടാത്ത അവസ്ഥ. അതിന് പുറകെയാണ് അവിടെ ഒരു ഭയങ്കര എക്സ്പേർട്ട്, ഈ സുരഭിയോ ആരോ വി ശശിയോ, അവരൊക്കെ നല്ല പടമൊക്കെ പറ്റിയിട്ട് എന്താ പറയുക, നിങ്ങൾ സഞ്ചരിച്ചോളൂ കാണാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല. തെറ്റാണ്. തെറ്റ് ചൂണ്ടിക്കാണിക്കേണ്ടത് പൊതുപ്രവർത്തകരുടെയും അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരുടെയും ചുമതലയാണ്. തിരുത്തേണ്ടത് നിങ്ങളാണ്. വിസ്മയാസിന് വേണ്ടി ക്യാമറ അന്വേഷണം സയ്യിദ് മാരാർ സൈനിങ് ഓഫ്.